എങ്ങനെയാണ് ഒരു വിവാഹം നടത്താൻ സാധിക്കുക? ഇതെല്ലാം ഇമാജിനേഷനോടാണ് നടക്കുന്നത്. നല്ലതിനായാലും കെട്ടതിനായാലും. ഇപ്പോൾ പല ആൾക്കാരും പറയും നമ്മൾ കുന്നോളം ആഗ്രഹിച്ച ആളാണ് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കടുകുമണിയോളം കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം നല്ല ആഗ്രഹങ്ങൾ നമ്മൾ കൂടുതൽ താലോലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഒരു അംശം നമ്മളിലേക്ക് വന്നു ചേരും. ഈ ഇമാജിനറി ലൈഫ് പലരും, ഞാനും ഇടയ്ക്കൊക്കെ പോവാറുണ്ടാവും, ചിന്തിക്കുന്നത് സങ്കല്പം. അതെ, സങ്കല്പ ശക്തിയിൽ ജീവിക്കുക. അതൊരു കണക്കിന് നല്ലതല്ലേ? അത് നല്ലതെന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പല ആളുകളും നല്ല രീതിയിലും കെട്ട രീതിയിലൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ ഒരാളോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അയാളോടൊരു വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ വക വരുത്താൻ ഏത് ടെക്നിക്കാണ് ഉപയോഗിക്കേണ്ടത്, ഏത് തരത്തിലാണ് ചെയ്യേണ്ടത്, അതൊരു ഇമാജിനേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നി, അവൻ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തിരിച്ചിങ്ങോട്ടില്ല. അപ്പോൾ അത് ഉണ്ടാവാനായിട്ട് ഏത് രീതിയിൽ ഞാൻ ഇടപെടണം, എങ്ങനെ പെരുമാറണം അല്ലേ? ഇതെല്ലാം ഒരു ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഭാര്യ ഭർത്തൃബന്ധത്തിലാണെങ്കിൽ പോലും അവൾ, നമ്മൾ പറയാൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സോപ്പിടൽ എന്നൊക്കെ പറയും. അതെല്ലാം മുൻകൂട്ടി തയ്യാറാക്കുന്ന പദ്ധതിയാണ്, പെട്ടെന്നല്ല. അപ്പോൾ അത് നമ്മളെക്കൊണ്ട് ഈ തീരെ കഴിവില്ലാത്ത ആളുകൾ ആണ് കൂടുതൽ അത്തരത്തിൽ പെട്ടെന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആളുകളാണ് ഇമാജിൻ ചെയ്യുന്നത്. പെട്ടെന്ന് അവനോട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവനെന്ത് ചെയ്യും? ഒന്നോലെ ഉറങ്ങാൻ കിടക്കുമ്പോഴോ യാത്ര പോകുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഇമാജിനേഷൻ കൊണ്ടുവരും. എങ്ങനെയാണ് ഇത് വശപ്പെടുത്തുക, എങ്ങനെയാണത് കൈകാര്യം ചെയ്യുക, എങ്ങനെയാണ് ആ ജോലി ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുക, എങ്ങനെയാണ് ആ കടം വാങ്ങിച്ച് പൈസ കൊടുക്കാൻ സാധിക്കുക, എങ്ങനെയാണ് ഒരു വിവാഹം നടത്താൻ സാധിക്കുക, ഇതെല്ലാം ഇമാജിനേഷനോടാണ് നടക്കുന്നത്, നല്ലതിനായാലും കെട്ടതിനായാലും. അപ്പോൾ ഈ ഇമാജിനേഷൻ്റെ പവർ എത്രമാത്രം ശക്തി പ്രാപിക്കുന്നു അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. നിസ്സാര കാര്യമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആകർഷണ നിയമത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. നല്ല കാര്യത്തിന് വേണ്ടി നല്ലത് കാര്യത്തിന് ചെയ്യാം, ചീത്ത കാര്യത്തിന് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോസിറ്റീവായിട്ട് നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കൂ, നല്ലത് പറയൂ, നല്ലത് ചിന്തിക്കൂ, നല്ലത് ചെയ്യൂ എന്നാണ് നമ്മളുടെ കൂടുതലും ഞാൻ പല ആളുകളോടും പറയുന്നത്. അപ്പോൾ നല്ലത് നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മൾ എല്ലാം നല്ല, ഇപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം ഒരാൾ പറയുകയാണ്, ഇന്നത്തെ ഈ ദിവസത്തിന് എനിക്ക് നന്ദി, ഇനി വരാൻ പോകുന്ന ഓരോ നിമിഷത്തിനും നന്ദി, എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലതിനും നന്ദി, അങ്ങനെയാണ് പറയുന്നത്. എല്ലാം നല്ലത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ധാരാളം ധനവും സമ്പത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതിന് നന്ദി. എൻ്റെ അക്കൗണ്ടിലേക്ക് ധാരാളം ധനം വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി, പണം വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് നന്ദി. അപ്പോൾ ഇതെല്ലാം നല്ല ഇമാജിനേഷനാണ്. പക്ഷേ ആ നന്ദി ഒരു വാക്കുകളുടെ രൂപത്തിലാണെങ്കിലും ആ ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റേത് നമ്മൾ സങ്കല്പശക്തി കൊണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഡയറക്റ്റായിട്ട് പറയുന്ന വാക്കുകളിലൂടെ നമുക്കത് പ്രതിഫലിക്കും. അതുപോലെ തന്നെ ഇമാജിൻ ചെയ്യുന്നതിലൂടെയും പ്രതിഫലിക്കും. പിന്നെ ഇമാജിൻ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. അതിനകത്ത് ഏറ്റവും ഗുണം ഇമാജിൻ ചെയ്യുമ്പോഴാണ്. കാരണം അതൊരു റൂട്ട് ക്ലിയർ ചെയ്യാണ്. നമ്മൾ ആദ്യമേ ഒരു വഴി കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇമാജിൻ എന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ഓടിച്ചാടി അങ്ങ് പോകുന്നതല്ല, എങ്ങനെയെങ്കിലും കടന്നു പോകുന്ന രീതി അല്ല അത്. മനസ്സിലാവുന്നുണ്ടോ? അതിനൊരു നമുക്കൊരു തിയറി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു യാത്ര പോകണം, എറണാകുളം പോകണം എങ്കിലിപ്പോൾ ഇപ്പോൾ ഞാൻ പാലക്കാട്ടുകാരനാണ്, അപ്പോൾ എറണാകുളത്ത് പോകുമ്പോൾ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യണം, എങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കലാണത്. മനസ്സിലാവുന്നുണ്ട്? എങ്ങനെ യാത്ര പോകണം എന്ന് ഞാൻ മുൻകൂട്ടി, അപ്പോൾ ട്രെയിനാണോ, നമ്മുടെ സമയം ലാഭിക്കാൻ അല്ലെങ്കിൽ പൈസ ലാഭിക്കാനായിട്ട് എങ്ങനെയുള്ള രീതികളിൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കുന്ന ഒരു പ്രവണതയാണ്, ഒരു രീതിയാണ് ഇമാജിനേഷൻ. അത് ഫലവത്താണ്. അപ്പം നല്ലതിന് വേണ്ടി ഇമാജിൻ ചെയ്യുകയാണെന്ന് ഞാൻ പറയുള്ളൂ, മോശം കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഇമാജിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു തരത്തിൽ സ്വപ്നം കൂടിയാണ്, ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന ഒരു സ്വപ്നം കൂടിയാണ്. സ്വപ്നം കാണുക എന്നുള്ള ഒരു ഇമാജിനേഷൻ തന്നെയാണ്, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനാണ്. ഇപ്പോൾ ഒരു വീട് എന്ന് പറയുന്ന സങ്കല്പം, ആ വീട് വെക്കണം എന്നുള്ളൊരു സങ്കല്പം ഒരു ഇമാജിനേഷനാണ്. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ ചില ആളുകളൊക്കെ വീട് വെക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവൻ്റെ വീട് എങ്ങനെയായിരിക്കണം എന്ന് പിക്ചർ ചെയ്യാറുണ്ട്, ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഡിസൈൻ ചെയ്ത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ചെയ്തു വെച്ചാൽ ഭാവിയിൽ അത് വന്നു ചേരുമെന്നാണ് കണ്ടുവരുന്നത്. ഒരുപാട് ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു കഴിയുമ്പോൾ പലരും താഴേക്ക് പോകും, നടക്കാതാവുമ്പോൾ. അപ്പോഴാണ് ഈ സൂയിസൈഡ് ടെൻഡൻസി കാര്യങ്ങളൊക്കെ പവർ കുറവാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ പല ആൾക്കാരും പറയും നമ്മൾ കുന്നോളം ആഗ്രഹിച്ച ആളാണ് കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കടുകുമണിയോളം കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം നല്ല ആഗ്രഹങ്ങൾ നമ്മൾ കൂടുതൽ താലോലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഒരു അംശം നമ്മളിലേക്ക് വന്നു ചേരും. ഈ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹിച്ചവരുമൊക്കെ
പെട്ടെന്നൊരു നിമിഷത്തിലൊക്കെ ഈ ആത്മഹത്യ എന്നൊരു കാരണം എടുക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത് സാറേ? ഒരുപാടായതുകൊണ്ടാണ്. ഒരുപാട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എനിക്ക് എല്ലാം വേണം, എനിക്ക് എല്ലാം പല രീതിയിലുള്ള നമുക്ക് സ്വത്ത് വേണം, വണ്ടി വാഹനം വേണം, അത് വേണം, ഇത് വേണം എന്നുകൊണ്ട് ഒരുപാട് ആഗ്രഹങ്ങളാണ്. നമ്മളൊരു 10% നമുക്ക് ഒരു 1-2% ആഗ്രഹിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറകെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഗുണങ്ങളുണ്ടാവും. ഇതെല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറകെ ഒന്നും നടക്കാതെ വരും. അത് നന്നായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ആകർഷണ നിയമത്തിൽ പോലും നമ്മൾ പറയുന്നത്, ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്, നമ്മൾ ചിന്തിക്കുന്ന എന്തോ അത് മാത്രം ചിന്തിക്കുക. അത് നേടിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തതിലേക്ക് പോവുക. ഇത് എല്ലാത്തിനും ചെന്ന് കൈയിട്ട് വരുന്ന സംഭവം വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നതും ആത്മഹത്യ ടെൻഡൻസി. കാരണം നഷ്ടബോധമാണ്. കാരണം ചെയ്തതും പ്രവർത്തിച്ചതും ഒരു കുഴി കുഴിക്കുന്നതിന് പകരം പല കുഴി കുഴിച്ചു. അപ്പോൾ എന്താ, നമ്മൾ ടയേർഡാവും, പിന്നെ വെറുപ്പാവും, സങ്കടമാവും, എൻ്റെ സമയം പോയല്ലോ എന്ന് പറയും, ഞാൻ പ്രവർത്തിച്ചിട്ട് നടന്നില്ലല്ലോ എന്ന് പറയും. ഇതെല്ലാം അവന് വിഷമം ഉണ്ടാക്കുമ്പോഴാണ് ഈ ആത്മഹത്യ ടെൻഡൻസി. അതിൻ്റെ ഭാഗം മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും ഉണ്ട്. ഈ സാമ്പത്തിക പരാധീനതയും ബുദ്ധിമുട്ടും തൊഴിലിൽ വരുന്ന പ്രവണത പ്രശ്നങ്ങളെല്ലാം അവൻ്റെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പ്രണയം എല്ലാം. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉൾക്കരുത്തില്ലാത്തവനാണ് പ്രണയം നൈരാശ്യം കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് അവൻ സ്വബോധത്തിൽ ഇരുന്ന് ചിന്തിക്കണം. അവനെ കൊണ്ട് കഴിഞ്ഞാൽ വേറൊരാളെ തേടി കണ്ടുപിടിച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രണയവിവാഹം നടത്തിയ ആൾക്കാർ പല ആളുകളുടെയും ജീവിത രീതി നമുക്കറിയാം. അങ്ങനെയുള്ള ആളുകൾ വന്ന് കരയാറുണ്ട്, എനിക്ക് സംഭവിച്ചു പോയി പലതും എന്ന്, പറ്റിപ്പോയി എന്ന് പറയുക. അതിൻ്റെ കർമ്മഫലം അതിൻ്റെ കർമ്മദോഷം എന്ന് പറയുക. കാരണം ഒരാളെ പ്രണയിച്ചത് കൊണ്ട് ആ പെണ്ണും അല്ലെങ്കിൽ ആ പയ്യനും മാത്രം ആ ഒരു കാര്യം നടത്തിയത് കൊണ്ട് മാത്രമല്ല, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളില്ലേ, അവരുടെ സഹോദരങ്ങളില്ലേ, അവരെയും കൂടെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കണ്ടേ. അവർ നമ്മൾ ഇത്രയും പ്രായം വരെ നമ്മൾ വളർത്തി വലുതാക്കി ഒരു നിമിഷം കൊണ്ട് എവിടെയോ കിടക്കുന്ന ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഒരു പെൺകുട്ടിയുടെ കൂടെ ഒരു പരിചയമില്ല അങ്ങ് പോവുകയാണ്. അതൊരു ഇഷ്ടമാണ്, അതൊരു ആകർഷമാണ്, അതൊന്നും തെറ്റില്ല, നല്ലതൊക്കെ തന്നെയാണ്. ഇപ്പോൾ പണ്ട് പുഷ്പത്തെ തേടി പോകുന്ന പോലെയാണ്. അപ്പോൾ അത് ഒക്കെ പ്രകൃതി നിയമവുമാണ്, അതൊക്കെ വന്ന് സംഭവിക്കും. പക്ഷേ നമ്മൾ കോമൺ സെൻസോട് കൂടി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം മറ്റുള്ളവരുടെ ശാപം, അവരുടെ കണ്ണുനീരിൻ്റെ വില, അവരുടെ നോവ് ഇവനെ എഫക്റ്റ് ചെയ്യും. കർമ്മ ആ എഫക്റ്റ് ചെയ്യുമ്പോഴാണ് അവർ പ്രണയവിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രണയിക്കും, ചിലപ്പോൾ അതിന് വിവാഹം കഴിച്ചെന്നും വരാം. പക്ഷേ ഈ പറയുന്ന അച്ഛനോ അമ്മയ്ക്കൊന്നും അതിൻ്റെ പൂർണ്ണ തോതിൽ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടില്ല. ഈ കുടുംബത്തിൽ നിന്ന് സപ്പോർട്ട് വേണ്ടേ, അവരുടെ ബന്ധുമിത്രാദികൾ സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള വിഷമം മകനത് നേടിയെടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ മകളത് നേടിയെടുത്ത് കഴിയുമ്പോഴാണ് പിന്നെ പ്രശ്നം തുടങ്ങുന്നത്. പിന്നെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാവും, പൊരുത്തക്കേടുകളുണ്ടാവും, പിന്നെ എനിക്ക് പറ്റിപ്പോയി. ഒരുപാട് കേസുകൾ അങ്ങനെ വരുന്നുണ്ട് വിവാഹ ജീവിതത്തിൽ. പ്രണയവിവാഹം ഏറ്റവും കൂടുതൽ അങ്ങനെ വരുന്നുണ്ട്. അല്ലാത്തതുകൊണ്ട് പക്ഷേ നമ്മളൊരു 8%, 9% ഫെയിലിയർ ആവുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരെയൊക്കെ പ്രണയനൈരാശ്യം വന്നതിന് ശേഷവും ഈ ഡിവോഴ്സ് ആയതിനു ശേഷമൊക്കെ ശരിക്കും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്, നമ്മുടെ പങ്കാളി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചവരായിരിക്കില്ലേ, അവരെ നമുക്ക് ദ്രോഹിക്കാൻ തോന്നുക, കൊലപാതകം വരെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്ത് മെന്റാലിറ്റിയുടെ പുറത്തായിരിക്കും? അത് ശരിക്കും പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. കാരണം ഒരു പ്രണയപരാജയം ചിലപ്പോൾ പ്രണയിച്ച് തന്നെ പെൺകുട്ടികൾ തന്നെ അവർ കാമുകന്മാർ തന്നെ വിവാഹിതരായതിനു ശേഷം വിട്ടുപിരിഞ്ഞ് പോകാറുണ്ട്. കാരണം കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളെ കിട്ടി. എല്ലാവരും സമ്പത്തിൻ്റെ പുറകെയാണ്. സൗന്ദര്യം മാത്രമല്ല നോക്കുന്നത്, സൗന്ദര്യം അതൊരു താൽക്കാലികമായിട്ടൊരു ആകർഷണം മാത്രമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ഫിസിക്കൽ ലെവലിൽ ആ ഫിസിക്കൽ ബോഡിയിൽ കാണുന്ന ഒരു സൗന്ദര്യമല്ല, അതിലപ്പുറമുണ്ട്. നമ്മൾ പല ആളുകളും കണ്ടിട്ടില്ലേ, എത്രയോ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട്, എത്രയോ നല്ല നല്ല മഹത് വ്യക്തികളുണ്ട്, സത്സംഗങ്ങളൊക്കെ എടുക്കുന്ന ചില ആളുകളുണ്ട്, നമ്മുടെ അയൽവാസി സ്ത്രീകളുണ്ട്, നമ്മുടെ കുടുംബത്തിലും ചില ആളുകളുണ്ട്, പ്രായമായിട്ടുള്ള ആളുകൾ. അവരുടെ കാണാൻ ചിലപ്പോൾ ഫിസിക്കൽ ലെവലിൽ അവരെ കാണാൻ നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരുടെ സൗന്ദര്യം അവരുടെ വാക്കുകളിലൂടെയാണ്. ഇല്ലേ, പല ആളുകളുടെയും പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മളോട് ഒരു ഇഷ്ടം തോന്നും, ഭയങ്കര താല്പര്യം തോന്നും. അപ്പോൾ ഇവിടെ സംബന്ധിച്ച് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവർ ആ ഒരു ആകർഷണത്തിൽ പെട്ടെന്ന് ഒരു വലയമാണ്, താൽക്കാലികം മാത്രമാണ്, അതിനപ്പുറമില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാര്യത്തിൽ യഥാർത്ഥ പ്രണയം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, സ്നേഹമാണ്. സ്നേഹം, ദയ, കാരുണ്യം, ഇത്തരമുള്ള കാര്യങ്ങളിലൂടെയൊക്കെ വന്നു പോകുമ്പോൾ മാത്രമാണ് ആ പ്രണയത്തിന് പൂർണ്ണതയുള്ളൂ. ഇതില്ലാതെ ശരീരഭംഗി കൊണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു.
നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഈ അടുത്ത വേറൊരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം. എല്ലാ മനുഷ്യൻ്റെയും അതാണ്. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിനെ സംബന്ധിച്ച് ആ കുട്ടി 2ാം ക്ലാസ്സിനത്തേക്ക് 10ാം ക്ലാസ്സിലേക്കല്ല എത്താൻ നോക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും പാസ്സാവണം. 10ാം ക്ലാസ്സുകാരനും ചിന്തിക്കുന്നത് ഇതും എങ്ങനെയെങ്കിലും എനിക്ക് പാസ്സായാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ പ്രാർത്ഥനയൊക്കെ നടത്തിക്കളയും, ചിലപ്പോൾ വഴിപാടൊക്കെ നടത്തിക്കളയും. പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അടുത്ത സ്റ്റേജാണ്. ഇതാണ് മനുഷ്യൻ്റെ ഇത്. അപ്പോൾ അതിനൊരു പൂർണ്ണതയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വൈരാഗ്യബുദ്ധി അവിടെ വരും. അവളെ ചിലപ്പോൾ സ്നേഹം അവിടെ ആ പ്രണയവിവാഹം അല്ലെങ്കിൽ പ്രണയം നടന്നില്ലെങ്കിൽ പോലും വേറൊരാളുടെ കൂടെ പോകുമ്പോൾ ഇവന് നഷ്ടബോധമായിട്ട് തോന്നും. അപ്പോൾ അവനെ എങ്ങനെയും അവളെ വകവരുത്തണം അല്ലെങ്കിൽ അവനെ വകവരുത്തണം. അങ്ങനെയാണ് നമ്മളുടെ നാടുകളിൽ കൂടുതലും കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ആളുകൾ വരാറുണ്ട്. ഇങ്ങനെയുണ്ട് പ്രശ്നം. ചില ആളുകൾ ഞാൻ ചോദിച്ചറിയാറുണ്ട്, ജോലിയില്ല, തൊഴിലില്ല, എനിക്കത് നഷ്ടപ്പെട്ടു. അത് കാരണം ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു എനിക്കെന്താണെന്നറിയില്ല, ഒരു കുഴപ്പമില്ലാതെ പോയിരുന്നതാണ്. പെട്ടെന്ന് എനിക്ക് എൻ്റെ മുതലാളിയോട് അല്ലെങ്കിൽ എൻ്റെ സീനിയർ ഓഫീസറോട് എനിക്ക് ദേഷ്യം തോന്നി, മാനേജറോട് ദേഷ്യം തോന്നി. ഞാൻ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അയാൾ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ എന്തുകൊണ്ട് അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതേപോലെ പ്രണയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ അതിനകത്ത് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഇയാളുടെ മനസ്സിനെ സ്വാധീനിക്കും. ഇത് എവിടെ പോയാലും ഇയാളെ സ്വാധീനിക്കും. ഒരു ടിക്കറ്റ് എടുക്കാൻ നിന്നാൽ പോലും അവിടെയും പ്രശ്നം ഉണ്ടാക്കും. ഭക്ഷണം കഴിക്കാൻ പോയാലും ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇയാളെല്ലാം പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ പ്രശ്നം കൂടി വരും. അപ്പോൾ ഈ കൂടി വരുന്ന ഈ പ്രശ്നത്തിനെ മാറ്റിയില്ല എങ്കിൽ ഇത് വർദ്ധിച്ച് അത് ആ പെൺകുട്ടിയെ കൊലപാതകം ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവാനോ ഇടവരുത്തും. മനസ്സിലുണ്ടോ? അപ്പോൾ അതിനു മുമ്പ് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ട വരും. അപ്പോൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നല്ലതാണ്, പക്ഷെ അതിനൊരു കടിഞ്ഞാണിടണം. തീർച്ചയായിട്ടും അതത്രയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.